BBC ഉപദ്രവിച്ചില്ലേ മോദി സർക്കാർ? ഉപദ്രവിച്ചില്ലേ? ക്ഷമാ ലംഘനം മോദി കേസെടുത്തു. BBC മുൻകൂർ ശിക്ഷ വരച്ചിട്ട് പിഴ അടച്ചല്ലോ. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് പിടിച്ചു കഴിയുമ്പോൾ പിഴ അടച്ചു. ഒരു മാധ്യമ സ്ഥാപനത്തോട് അങ്ങനെയൊക്കെ ചെയ്യാമോ? മാധ്യമ സ്ഥാപനത്തോട് ആരോടും ചെയ്യും. ഇൻകം ടാക്സ് എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ടാണ് BBC വാലിഞ്ഞു കിട്ടി കാശടച്ചത്. അതാണ് ഈ BBC ഈ സാഹിബിനെ എന്തിനാണ് പേടിക്കുന്നത്? 1947 ആഗസ്റ്റ് 15 ശേഷം പിന്നെയും സാഹിബന്മാരെ പേടിക്കുന്ന കുറേ എണ്ണം കൂടെ ഉണ്ട്. അവർക്ക് പലതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാലം നോക്കി നടക്കുന്നത്. മാക്സസെ അവാർഡ് വേണം, പുലിറ്റ്സർ അവാർഡ് വേണം, ഓസ്കാർ അവാർഡ് വേണം. പുല്ല് വരെയാണ് ഭാരതത്തിലെ ജനത ഈ അവാർഡുകൾ കൊടുത്തിരിക്കുന്നത്. ഈ തമ്പരന്മാർക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് കാല് നക്കി ഈ അവാർഡ് മേടിച്ച് തിന്നോട്ടെ. അതുകൊണ്ട് നാട്ടുകാരുടെ ഇടയിൽ മസിലോടെ വെക്കാൻ പറ്റരുത്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ വാട്ട് BBC ഈസ് പ്രൊഡ്യൂസിങ്. പിന്നെ അവർക്ക് തോന്നിയ ദിവസം കളിക്കാനുള്ള ഗ്രൗണ്ട് അല്ല ഇന്ത്യയുടെ താല്പര്യവും സംഗതിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മനഃപൂർവ്വം BBC അല്ല, BBCയുടെ അച്ഛനുണ്ടല്ലോ റോയിട്ടേഴ്സ്, അവരിറങ്ങിക്കഴിഞ്ഞാൽ പോലും നടക്കാൻ പോകുന്നില്ല. അവരെ നിരോധിക്കും, അവരെ സംപ്രേഷണം നിരോധിക്കും. അവിടെ നിയമമനുസരിച്ച് അവർക്ക് ടാക്സ് അടച്ചില്ലെങ്കിൽ റെയ്ഡ് നടക്കും, കാശ് പിടിച്ചെടുക്കും, അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. എവറിത്തിങ് സബ്ജക്ട് ടു റൂൾ ഓഫ് ലോ ഇൻ ഇന്ത്യ. അതൊരു വലിയ തമ്പുരാനാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. കണക്ക് ചോദിച്ചു കഴിയുമ്പോൾ സ്ഥലം വിട്ടില്ല. ഒരു ഇവിടെ പിടിച്ചു വെച്ചു, എയർപോർട്ടിൽ പോയി പിടിച്ചു, ഫ്ലൈറ്റ് കറന്നെടുത്താൽ പിടിച്ചത്. അങ്ങനെ പോകാതെ വേണം നമ്മളെ കണക്ക് നിന്നിട്ട് പോകുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഗ്രീൻ പീസ്, ഇവരൊക്കെ ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകണം. അന്ന് ഇതുപോലെ ഈ ആൾക്കാരൊക്കെ കൂടെ ബഹളം വെച്ചാൽ ഗ്രീൻ പീസ് പോയി കഴിഞ്ഞാൽ പോയി അവരാണ് നമുക്ക് ചിലവ് തരുന്നത്.